ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസിനെതിരെ നേരത്തെയും പീഡന പരാതി ഉണ്ടായിരുന്നെന്ന് റിപ്പോർട്ട് വരുന്നു. ഡൽഹിയിലെ ആഡംബര ഹോട്ടലിൽ എത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. കേസിൽ പോലീസ് അന്വേഷണം നടത്തി ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിലും ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഗവർണർക്കെതിരെ എഫ്ഐആർ ഇടാനും പ്രോസിക്യൂഷൻ നടത്താനും നിയമമില്ല എന്ന കാര്യമായിരിക്കാം എഫ്ഐആർ ഇടാത്തതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നു. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്, പറയും. ഗുഡ് മോർണിംഗ് എസ്കേൻ. ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസിന് എതിരായി ഒരു രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരി നൽകിയ പരാതി വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നതിനിടെയാണ് ഗവർണർക്കെതിരെ നേരത്തെയും സമാനമായ ഒരു പരാതി ലഭിച്ചിരുന്നുവെന്ന വിവരം പുറത്തു വരുന്നത്. മറ്റൊരു യുവതിയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് നേരിട്ട് ഈ വിഷയത്തിൽ പരാതി നൽകിയത്. കഴിഞ്ഞ വർഷമാണ് ഈ പരാതിക്ക് ആസ്ഥാനമായ സംഭവം ഉണ്ടാകുന്നത്. ഗവർണർ തന്നെ ഈ യുവതിയെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നുവെന്നും ഡൽഹിയിലെ ഒരു സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിച്ചു എന്നും പിന്നീട് ഗവർണറും ആ സമയത്ത് ഡൽഹിയിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തിലായിരുന്നു എന്നും അതടക്കമുള്ള കാര്യങ്ങൾ പരാതിയിൽ പറയുന്നുണ്ട്. തിരിച്ച് കൊൽക്കത്തയിൽ എത്തിയ ശേഷമാണ് ഈ യുവതി പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിക്കുന്നത്. എന്നാൽ ഗവർണർക്കെതിരെ ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാമോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിന്നതിനാൽ മുഖ്യമന്ത്രി മമതാ ബാനർജി പോലീസിനോട് ഇത് അന്വേഷിക്കാൻ നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് കൊൽക്കത്ത പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി. ഇക്കഴിഞ്ഞ മെയ് 11-ന് റിപ്പോർട്ട് നബന്നയ്ക്ക്, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അയച്ചു നൽകി എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഈ യുവതിയുടെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. സമാനമായ പുതിയൊരു പരാതി കൂടി ഗവർണർക്കെതിരെ വന്ന ഒരു പശ്ചാത്തലത്തിലാണ് പഴയ പരാതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. എസ് കെ എൻ.